Hello everyone, welcome to the UPSC theme-based series of Dakshina Learnings. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു പി എസ് സിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകൾ തീംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ തീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മണി മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ തീമായിട്ട് പ്രസന്റ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള തീമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതും എക്കണോമിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. അതായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ മണി മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മണി മാർക്കറ്റ് എന്നുള്ള തീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്നുള്ളത്, മെയിൻ തീം എന്നുള്ളത്. സോ അതിലെ മണി മാർക്കറ്റ് വി ഓൾറെഡി കംപ്ലീറ്റഡ്. ഇനിയുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ഒരു തീമാണ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ ലെക്ചറിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു മേജർ ഡിഫറൻസ് എന്ന് ആലോചിച്ച് നോക്കൂ. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ലോങ് ടേം ഫണ്ട് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഷോർട്ട് ടേമിനാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റിനെ കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിൽ എങ്ങനെയാണ് തിങ്സ് ഡിഫറെന്റ് ആവണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമിലർ ടോപ്പിക് തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ ഇൻസ്ട്രുമെന്റ്സും ഇവിടുത്തെ രീതിയും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ റെഗുലേറ്റർ തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ടോപ്പിക്കിൽ. സോ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്നത് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്, മീഡിയം ടു ലോങ് ടേം, അതായത് 1 ഇയറിനെക്കാളും കൂടുതൽ ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സോഴ്സ് ചെയ്യാനാണ് നമ്മൾ എന്താ ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യുക. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് വിശ്വാസം. സോ ആ ഒരു ടോപ്പിക് മനസ്സിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ കടക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ്. So, capital market refers to that part of the broader financial market which provides a market for borrowing and lending of medium and long-term funds above 1 year. Already explained. ഇനി ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ it is regulated by SEBI, RBI and MOF. MOF ആണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇവരാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അവിടെ കേസിൽ എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞതാണ്, RBI ആണ് മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെയോ SEBI along with RBI and Ministry of Finance regulates capital market. ഓക്കെ ആണോ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മണി മാർക്കറ്റ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു? ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയി ഞാൻ പറയാം. അതിന് മുമ്പ് സെക്കൻഡറി മാർക്കറ്റ് ക്യാൻ ഫർദർ ബി ക്ലാസിഫൈഡ് ഇൻടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്സ്. ഓക്കെ, ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇരുന്നോട്ടെ. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എന്താണ് സെക്കൻഡറി മാർക്കറ്റ്, എന്താ പ്രൈമറി മാർക്കറ്റ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നില്ല. ഇങ്ങനൊരു സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കാം. ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലാണ് ഇനി പോകാൻ പോകുന്നത്. നെക്സ്റ്റ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വേറൊരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് വിൽ ബി സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസിങ്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്. സെക്യൂരിറ്റീസ് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. സോ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വരുന്ന ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ഗവൺമെന്റ് സെക്യൂരിറ്റീസും കോർപ്പറേറ്റ് സെക്യൂരിറ്റീസും. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക, അതിന്റെ പർച്ചേസ് റീപർച്ചേസ് ഇതൊക്കെ നടക്കുന്ന മാർക്കറ്റാണ് എന്ത്, അല്ലെങ്കിൽ സെല്ലിംഗ് പർച്ചേസ് റീപർച്ചേസ് സെക്യൂരിറ്റീസിന്റെ ഇതൊക്കെ നടക്കുന്ന മാർക്കറ്റാണ് എന്ത്, സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. 2 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണുള്ളത്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർത്ത് നോക്കൂ. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. എന്തൊക്കെയാണ്? ടി ബിൽസ്, അതൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. മെച്യൂരിറ്റി 1 ഇയറിന് കുറവാണെന്നുണ്ടെങ്കിൽ. അടുത്തത് ഗവൺമെന്റ് ബോൺസ്, അതെന്താ 1 ഇയറിനെക്കാളും കൂടുതലാണ്. സോ ഇവിടെ ഏതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ, ടോപ്പിക് ഓഫ് ഡിസ്കഷൻ? ഗവൺമെന്റ് ബോൺസ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, സോ ഗവൺമെന്റ് ബോണ്ടിന്റെ കേസിൽ കുറച്ച് കാര്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. ഗവൺമെന്റിന്റെ ഫണ്ട് എന്തെങ്കിലും, ഇപ്പൊ ഗവൺമെന്റിന് ഒരു ബിൽഡിംഗ് തുടങ്ങണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരു നമ്മൾ ചെറിയൊരു എമൗണ്ട് എടുക്കും. ഇപ്പൊ 10K ഒക്കെ മതി എന്ന് വിചാരിക്കാം. ഗവൺമെന്റ് ഒരു 10Kന്റെ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു വിചാരിക്കാം. 10,000ന്റെ 10 ഇയർ ആണ് മെച്യൂരിറ്റി ഡേറ്റ് ആൻഡ് ഒരു 5% ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു വിചാരിക്കാം. പീപ്പിൾ വിൽ ബി റെഡി ടു ബൈ ഇറ്റ്. കാരണം എന്താ,
അത് റിസ്ക് കുറവുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, കാരണം ഗവൺമെന്റ് ഡയറക്ട്ലി ഇഷ്യൂ ചെയ്യുന്നതാണ് അല്ലെ. സോ പീപ്പിൾ വിൽ ബി റെഡി ടു ബൈ ദാറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റി. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ട്രഷറി ബില്ലിന്റെ കേസിലാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കൊടുക്കുന്നു, എന്നിട്ട് ഫുൾ ഫേസ് വാല്യൂ റീപർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നു, അങ്ങനെയായിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ എന്ത് പറയാ, കൂപ്പോൺ റേറ്റ്സ് എന്ന് പറയും. കൂപ്പോൺ റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, കൂപ്പോൺ റേറ്റ്സ് ഒക്കെ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സോ ഒരു കൂപ്പോൺ റേറ്റ് 5% ചാർജ് ചെയ്യും. സോ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി ഞാനാ വാങ്ങുന്നു വിചാരിച്ചോളൂ, ഞാൻ വാങ്ങുന്നു, ആൻഡ് ഐ വിൽ ഗിവ് എത്രയാ 10,000 rupees ടു ഗവൺമെന്റ്, ആൻഡ് എന്താ 10 years ശേഷം ഗവൺമെന്റ് എനിക്കത് തിരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് 5% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 500 rupees ആണ് എന്താ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുക പെർ ഇയർ ആണ് ഈ കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഒരു 500 rupees എനിക്ക് പെർ ഇയർ കൂപ്പൺ റേറ്റ് കിട്ടുന്നു, അല്ല കൂപ്പൺ അല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നു വിചാരിക്കുക, അറ്റ് 5% കൂപ്പൺ റേറ്റ്. സോ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ നെഗോഷ്യബിൾ ഓർ ട്രേഡബിൾ ഇൻ മാർക്കറ്റ്, ട്രാൻസ്ഫറബിൾ ഇൻ മാർക്കറ്റ്. സോ ഒരു കണ്ടീഷൻ വിചാരിക്കുക, ഞാൻ ഓരോ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾസ് പറയുന്നത്. സോ ഒരു കണ്ടീഷൻ വിചാരിക്കുക, എനിക്ക് ഈ 10K rupees റെഡിലി എൻ്റെ കയ്യിൽ വേണം, അല്ലാതെ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. എനിക്ക് 10K ലിക്വിഡിറ്റി ആവശ്യമുണ്ട്. എനിക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറൊരു നല്ലൊരു ബോണ്ട് കണ്ടു, കൂടുതൽ റിട്ടേൺസ് തരുന്ന ഒരു ബോണ്ട് കണ്ടു, അതിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് പൈസ വേണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണം, എനിക്ക് വിൽക്കണം. സോ ഞാൻ കുറച്ച് ബയേഴ്സിനൊക്കെ നോക്കും. ഇപ്പോൾ ഒരു ബയർ ബി ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ വെറുതെ ഒന്നും വാങ്ങില്ല. 10K വിലയുള്ള സാധനം 10K തന്നെ തരാമെന്ന് വെച്ചാൽ ആരും വാങ്ങില്ല. എനിക്ക് വേണമെങ്കിൽ ഗവൺമെന്റിനെ ഡയറക്റ്റ്ലി വാങ്ങായിരുന്നു. സോ അതുകൊണ്ട് ബി അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കണമല്ലോ. സോ നമ്മൾ ആക്ച്വലി വില കുറച്ച് കൊടുക്കേണ്ടി വരും അല്ലേ. ഒരു 9K ഒക്കെ തരാമെന്ന് പറയുന്നു, 9K ഒക്കെ കൊടുക്കാമെന്ന് പറയുന്നു. ബി വിൽ ബി ഓക്കെ, ഹാപ്പി ആയിരിക്കും. ബി ഓക്കെ ആണ്, ബി വിൽ ബി ഹാപ്പി ടു ബൈ ദിസ് ഫ്രം മീ. സോ ഒരു 9K കൊടുത്തിട്ട് ബി എന്ത് ചെയ്യും, ഇത് വാങ്ങും. ബട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ആക്ച്വലി ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടുന്നത് സ്റ്റിൽ 500 rupees ആയിരിക്കും. ആ ഫേസ് വാല്യൂ ഉണ്ടല്ലോ 10,000, അതിൻ്റെ 5% തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സോ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചേഞ്ച് ഉണ്ടായി, ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ഉണ്ടായി, ഇൻട്രസ്റ്റ് എമൗണ്ടിൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായി. ഇവിടെ 500 by 9,000 ആണ്. 9,000-ലാണ് 500 ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5.5% ആയിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ. 500 by 10,000 ആണ് 5%. 500 by 9,000 പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5.5% ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ സെക്കൻഡ് ടൈം നമ്മൾ വാങ്ങുമല്ലോ, ആ സെക്കൻഡ് ടൈം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയാ, yield എന്ന് പറയാം, ബോണ്ട് yield എന്ന് പറയും. ഫസ്റ്റ് ടൈം അതിന് നമ്മൾ കൂപ്പോൺ റേറ്റ് എന്നാണ് പറഞ്ഞത്, സെക്കൻഡ് ടൈം ഇറ്റ് ഇസ് നോൺ ആസ് ബോണ്ട് yield. ഓക്കെ, ഇനിയിപ്പോ ഈ ബോണ്ട് yield ആക്ച്വലി ഫ്ലക്ച്വേഷൻ സംഭവിക്കും ഓരോ കണ്ടീഷൻ അനുസരിച്ച്. അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള 10K-യുടെ ഒരു ബോണ്ടാണ്, പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ ബോണ്ടിന് വലിയ വാല്യൂ ഇല്ല. അതായത് മാർക്കറ്റിൽ ഡിമാൻഡ് ഒന്നുമില്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 10K തന്നെ ആരെങ്കിലും വാങ്ങുമോ? ഇല്ലല്ലോ, കുറച്ച് പ്രൈസിന് വാങ്ങുള്ളൂ. ഇപ്പോൾ ഒരു 5K ഒക്കെ വാങ്ങുള്ളൂ ആൾക്കാർ, കാരണം അത്രയും ഇടിഞ്ഞു ഗവൺമെന്റ് ബോണ്ടിന്റെ പൈസ. സോ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഇവിടെ ഈ വാങ്ങിച്ച ആൾക്ക് സ്റ്റിൽ 500 rupees ആണ് എന്താ കിട്ടുക, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. സോ ബട്ട് ഇറ്റ് വിൽ ബി ചാർജ്ഡ് അണ്ടർ 5,000, സോറി എത്ര 10,000, എത്ര 5,000 വാങ്ങുന്നത്, 5,000 rupees-നാണ് ഇത് ചാർജ് ചെയ്യുന്നത്. സോ 500 rupees ഇൻട്രസ്റ്റ് അപ്പോൺ 5,000 പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ, അതായത് yield എത്രയാ, ബോണ്ട് yield എത്രയാ, 10% ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കൂടുതൽ പൈസയ്ക്കാണ് കൊടുത്തത്, ഒരു 15,000 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അതായത് മാർക്കറ്റിൽ ഗവൺമെന്റ് ബോണ്ടിന് നല്ല ഡിമാൻഡ് ഉണ്ട്, എല്ലാവരും ഗവൺമെന്റ് ബോണ്ട് വാങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഗവൺമെന്റ് ബോണ്ടിന് ഡിമാൻഡ് കൂടുതലാണെന്ന് പറയും. സോ ഗവൺമെന്റ് ബോണ്ടിന്റെ വാല്യൂ യൂഷ്വലി ഗോസ് അപ്പ്, അല്ലെ, ഡിമാൻഡ് കൂടുമ്പോൾ ഗവൺമെന്റ് ബോണ്ടിന്റെ വില കൂടും. നേരത്തെ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഗവൺമെന്റ് ബോണ്ടിന്റെ വാല്യൂം കുറഞ്ഞു, ഇപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ ഗവൺമെന്റ് ബോണ്ടിന്റെ വാല്യൂ ഓൾസോ ഗോ അപ്പ്. സോ ഇവിടെ ഇപ്പോൾ 10K-ന്റെ ഗവൺമെന്റ് ബോണ്ട് ഒരു 15K-നൊക്കെ ആയിരിക്കും ആൾക്കാർ വാങ്ങുക, കാരണം അത്രയും വാല്യൂ ഉണ്ട്, ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്. സോ ഇവിടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എന്തായിരിക്കും, 500 by 15,000. ഇവിടെ എത്രയാണ്, 1/3, 3.3%. അതായത് yield 3.3 ആയി. ഇപ്പോൾ ഗവൺമെന്റ് ബോണ്ടിന്റെ വാല്യൂ കുറച്ച് കൊടുത്തപ്പോൾ, അതായത് 5K കൊടുത്തപ്പോൾ yield എത്രയാണ്, 10% ആയി. ഇനി വാല്യൂ കൂട്ടി കൊടുത്തപ്പോൾ, അതായത് ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് ഗവൺമെന്റ് ബോണ്ട് വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ആക്ച്വലി എന്ത് സംഭവിച്ചു, yield കുറഞ്ഞു. ഇവിടെ എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്,
ഗവൺമെന്റ് ബോണ്ടിന്റെ yield ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് ഗവൺമെന്റ് ബോണ്ട്. ഗവൺമെന്റ് ബോണ്ടിന്റെ പ്രൈസ് എത്രയാണോ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഗവൺമെന്റ് ബോണ്ട് yield. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഗവൺമെന്റ് ബോണ്ട് yield എന്നുള്ളൊരു കീ ടേം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മനസ്സിലാക്കുക, എന്താണ് ഗവൺമെന്റ് ബോണ്ട് yield എന്ന് മനസ്സിലായിട്ടുണ്ടോ? അത് പ്രൈസുമായിട്ട് എന്താണ് അതിന്റെ ബന്ധം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മനസ്സിലാക്കുക. സോ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത് തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ കാണുന്ന പോലെ ഉണ്ടാവും. അതായത് ഇതാ ഇവിടെ നോക്കൂ, ഗവൺമെന്റ് ബോണ്ടിന്റെ പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ yield എന്താ? കുറവാണ്. ഇനിയിപ്പോൾ ഗവൺമെന്റ് ബോണ്ടിന്റെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലോ yield കൂടി. മനസ്സിലായോ? സോ ഇതിന് എന്താ മനസ്സിലാക്കുന്നത്? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഗവൺമെന്റ് ബോണ്ട് എന്താണെന്ന് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗവൺമെന്റ് ബോണ്ട്സ് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ ഓക്കെ, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള ടോപ്പിക് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമില്ലേ, ഗവൺമെന്റ് 10K ഈ ഒരു കണ്ടീഷൻ നോക്കുക. ഗവൺമെന്റ് 10,000 ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ അത് ഡയറക്റ്റ്ലി ഗവൺമെന്റ് കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത് ആക്ച്വലി പ്രൈമറി മാർക്കറ്റിലാണ് നടക്കുന്നതെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, അത് നമ്മൾ പോയി വാങ്ങുന്നു. ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, നമ്മൾ പോയി വാങ്ങുന്നു ഡയറക്ട്ലി. ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ് പറയും. ഇനി അതിനുശേഷം എൻ്റെ കയ്യിൽ ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്, ഞാൻ എന്ത് ചെയ്തു? ഓരോ ആൾക്കാർക്ക്, ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് റീസെൽ ചെയ്തു അല്ലേ? ആ റീസെൽ ചെയ്ത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഒരു ഗവൺമെന്റ് ബോണ്ടിനെ റീസെൽ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റാണ് എന്ത്? സെക്കൻഡറി മാർക്കറ്റ്. സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ബോണ്ട് എപ്പോഴാണോ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് അത് പ്രൈമറി മാർക്കറ്റിലാണ്. ഓൾറെഡി ഇഷ്യൂഡ് ആയിട്ടുള്ള ബോണ്ട് റീസെല് ചെയ്യുന്നതും റീപർച്ചേസ് ചെയ്യുന്നതും എവിടെയാണ്? സെക്കൻഡറി മാർക്കറ്റിലാണ്. ഇതാണ് പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിപ്പോ എല്ലാ ഷെയർസിന്റെ കേസിലും നമുക്ക് പറയാം. അടുത്തതിന് എക്വിറ്റി ഷെയർസിന്റെ കേസ് പറയും. ഷെയർസ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. ഷെയർസ് ഓൾറെഡി ഇഷ്യൂഡ് ഷെയർസ് എല്ലാം വീണ്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ, അത് എന്താണ്? സെക്കൻഡറി മാർക്കറ്റിൽ എന്നാണെന്ന് പറയും. മനസ്സിലായല്ലോ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, താഴെ പറഞ്ഞിട്ടുള്ള ഏതാണ് സെക്കൻഡറി മാർക്കറ്റ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂപ്പോൺ റേറ്റ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലേ? കൂപ്പോൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആദ്യത്തെ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് കൂപ്പോൺ റേറ്റ്. ഇനിയിപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? അതിനാണ് നമ്മൾ ഗവൺമെന്റ് ബോണ്ട് yield എന്ന് പറയാം. സോ കൂപ്പോൺ റേറ്റ്, yield ഇവിടെ മെൻഷൻഡ് ആണ്. നെക്സ്റ്റ് വൺ, യെസ് ഓഫ് കോഴ്സ്, ഗവൺമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് റിസ്കി ആണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫേം ഇഷ്യൂ ചെയ്യണ ഒരു സെക്യൂരിറ്റി ആണെന്ന് വിചാരിക്കുക, അത് വലിയ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം പ്രൈവറ്റ് കമ്പനീസ് എപ്പോൾ വേണമെങ്കിലും നിർത്തിപ്പോവാം. പക്ഷേ ഗവൺമെന്റ് അങ്ങനെയല്ല, ഗവൺമെന്റ് കുറച്ചുകൂടെ സേഫ് ആണ്. ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഗിൽഡ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും. ഗിൽഡ് എഡ്ജ് സെക്യൂരിറ്റീസ് ബിക്കോസ് ഗവൺമെന്റ് ബോണ്ട്സ് ആർ കമ്പാരിറ്റീവ്ലി സേഫർ. റിസ്ക് കുറവാണ് ഗവൺമെന്റ് ബോണ്ടിൽ, അതുകൊണ്ട് നമ്മൾ അതിനെ ഗിൽഡ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്നും പറയും. ഇതും ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ഓക്കെ ആണ്. ബട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണ്. ഓക്കെ, ഇവിടെയാണ് ബോണ്ട്, ഡിബെഞ്ചർ, ഷെയർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതാണ് എന്താ പറയുക, UPSCയുടെ ഒരു ഫേവറേറ്റ് ഫീൽഡാണ് വേണമെങ്കിൽ പറയാം ഈ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത്? ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, ഷെയർസ്. ഈ ബോണ്ട്സും ഡിബെഞ്ചേഴ്സ് ഉണ്ടല്ലോ, ഈ ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, ഈ രണ്ട് സംഭവങ്ങൾ ഇത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഡെറ്റ് ക്രിയേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ബോണ്ട്സും ഡിബെഞ്ചേഴ്സും ബോത്ത് ഡെറ്റ് ക്രിയേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഫണ്ട് സോഴ്സ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 lakh rupees ഒരു ബോണ്ട് ഒരു 3 years കഴിഞ്ഞിട്ട് ഞങ്ങൾ റീപർച്ചേസ് ചെയ്യാം, 3 years കഴിഞ്ഞിട്ട് 1 lakh തരാം എന്നൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സിമിലർ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ഡിബെഞ്ചേഴ്സ് ഓൾസോ ഇഷ്യൂ ചെയ്യാൻ പറ്റും. 1 lakh ഡിബെഞ്ചർ 3 years കഴിഞ്ഞിട്ട് റീപർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഡിബെഞ്ചർ ഓൾസോ ക്യാൻ ഇഷ്യൂ. ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ബോണ്ട്സ് ആർ കമ്പാരിറ്റീവ്ലി സേഫർ. റിസ്ക് കുറവാണ് ബോണ്ട്സിൽ, കാരണം ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ കൊളാട്രൽ. ഒരു കൊളാട്രൽ ബാക്കിംഗ് ഉള്ള ഒരു സംഭവമാണ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. ബട്ട് ഡിബെഞ്ചേഴ്സ് അങ്ങനെ കൊളാട്രൽ ബാക്കിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്താ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, റിസ്ക് കൂടുതലുള്ളതിന് റിട്ടേൺസ് കൂടുതൽ കിട്ടോ കുറവ് കിട്ടോ? കൂടുതൽ കിട്ടും. റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺസ് കൂടുതൽ കിട്ടും. ഡിബെഞ്ചേഴ്സിൽ റിട്ടേൺസ് കൂടുതലാണ്, ബോണ്ട്സിന്റെ കേസിൽ റിട്ടേൺസ് കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിബെഞ്ചേഴ്സിന്റെ മെയിൻ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 lakh rupees 3 years വേണ്ടിയിട്ടാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ 3 years
ഇപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ ടോട്ടൽ വർത്ത് ഇപ്പോൾ 10 lakh ആണെന്ന് വിചാരിക്കുക. 1 minute. ആ കമ്പനിയുടെ ടോട്ടൽ വർത്ത് 10 lakh ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 3 years 1 lakh rupees ഈ ബോണ്ട് വാങ്ങിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയാണല്ലോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു ഡിബെഞ്ചറിന്റെ കേസിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ 1 lakh rupees തിരിച്ചു കൊടുക്കണമെന്നില്ല, പകരം 1 lakhന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഷെയർ കൊടുത്താലും മതിയാവും. അങ്ങനെയുള്ള ഡിബെഞ്ചേഴ്സും ഉണ്ട്. അതിനെ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയും. അതായത് ഡിബെഞ്ചേഴ്സ് ഇഫ് there is a possibility to convert them into എന്താ ഷെയർസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ച് ഡിബെഞ്ചേഴ്സ് വിൽ ബി കോൾഡ് as കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ ഈ ഡിബെഞ്ചർ വാങ്ങിച്ച ആള് 1 lakh rupees വേണ്ട, എനിക്ക് ഷെയർ മതി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഒരു 1 lakhന്റെ ഒരു ഷെയർ കിട്ടും. മനസ്സിലായോ? നമുക്ക് ആ കമ്പനിയിൽ ഒരു ഷെയറും കിട്ടും. അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ഡിബെഞ്ചേഴ്സിലുണ്ട്. ഇനി കൺവേർട്ടബിൾ അല്ലാത്ത ഡിബെഞ്ചേഴ്സും ഉണ്ട്. പക്ഷേ ബോണ്ടിന്റെ കേസിൽ അങ്ങനെ കൺവേർട്ടിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ബോണ്ടാണ് കുറച്ചുകൂടെ സെക്യൂർ, കാരണം കൊളാട്രൽ ബാക്കിംഗ് ഉണ്ട്. ഡിബെഞ്ചേഴ്സിൽ കൊളാട്രൽ ബാക്കിംഗ് ഇല്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഡിബെഞ്ചേഴ്സിൽ കൊളാട്രൽ ബാക്കിംഗ് ഉള്ള ഡിബെഞ്ചേഴ്സ് ഓൾസോ ഉണ്ട്. അതിനെ നമ്മൾ സെക്യൂർ ഡിബെഞ്ചേഴ്സ് പറയും. ഈ കൊളാട്രൽ ബാക്കിംഗ് ഇല്ലാത്ത ഡിബെഞ്ചേഴ്സ് എന്ന് പറയും അൺസെക്യൂർ ഡിബെഞ്ചേഴ്സ് എന്നും പറയും. മനസ്സിലായോ? സോ ഡിബെഞ്ചേഴ്സ് കുറച്ചുകൂടെ പോയിന്റ്സ് എക്സ്ട്രാ ഉണ്ട്. സെക്യൂർ ഡിബെഞ്ചേഴ്സ്, അൺസെക്യൂർ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അത് അവിടെ ഇല്ല. അവിടെ സെക്യൂർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ കൺവേർട്ടിബിൾ, നോൺ കൺവേർട്ടിബിൾ ഉണ്ട്. അവിടെ അങ്ങനെയില്ല. ഇവിടെ കൊളാട്രൽ ബാക്കിംഗ് ഇല്ല. ബോണ്ട്സിൽ കൊളാട്രൽ ബാക്കിംഗ് ഉണ്ട്. ഇവിടെ റിസ്ക് കൂടുതലാണ് ഡിബെഞ്ചേഴ്സിൽ, ബോണ്ടിൽ റിസ്ക് കുറവാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ റിട്ടേൺസ് ഇതിലാണ് കൂടുതൽ, ഡിബെഞ്ചേഴ്സിലാണ് റിട്ടേൺസ് കൂടുതൽ, ബോണ്ട്സിൽ റിട്ടേൺസ് കുറവാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിന് ജസ്റ്റ് ഒരു കമ്പാരിസൺ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഡിബെഞ്ചേഴ്സ് ബോണ്ട് തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ ഷോർട്ട് ടേം ആണ്, സെക്കൻഡ് വൺ ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്. ഡിബെഞ്ചേഴ്സ് പ്രൈവറ്റ് കമ്പനീസിന് ആണ് ഇഷ്യൂ ചെയ്യാം മോസ്റ്റ്ലി. ബട്ട് ബോണ്ട്സ് ഗവൺമെന്റ് ബോണ്ട്സ് കേട്ടിട്ടില്ലേ, ഗവൺമെന്റിനും ഇഷ്യൂ ചെയ്യാം. അത് കുറച്ച് അൺകോമൺ ആണ് ഡിബെഞ്ചേഴ്സിന്റെ കേസിൽ. ബോണ്ട്സ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്സ് ഓൾസോ. ഇനി ഡിബെഞ്ചേഴ്സ് ഇസ് നോട്ട് സെക്യൂർഡ് ബൈ കൊളാട്രൽ, bonds are secured by collateral. Debentures offer high rates of returns, bonds offer low rate of returns. Ini debentures are convertible debentures are also there, but bonds in a case conversion അങ്ങനെ opportunity ഇല്ല. ഇനി debentures ഇല്ല ഹൈ റിസ്ക് ഉണ്ട്, ബട്ട് ബോണ്ട്സിന്റെ കേസിൽ ലോ റിസ്ക് ആണ്. ലാസ്റ്റ് വൺ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. ഒരുപാട് ഡിബെഞ്ചേഴ്സും ഒരുപാട് ബോണ്ട്സും ആ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്, ബോണ്ട് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കമ്പനി അത്ര പ്രോഫിറ്റിലല്ല പോകുന്നത്. ഈ കമ്പനിയെ ലിക്വിഡേഷൻ ചെയ്യണം എന്ന് വിചാരിക്കുക, അതായത് വിറ്റ് പോകണം ഈ കമ്പനി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ഓവ് ചെയ്യുന്നുണ്ടല്ലോ. ബോണ്ട് വാങ്ങിച്ച ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടാവും, ഡിബെഞ്ചർ വാങ്ങിച്ച ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഈ കമ്പനി ലിക്വിഡേഷൻ സംഭവിക്കുമ്പോൾ എന്താ അവിടെ നടക്കുന്നത് വെച്ചാൽ, ഈ കമ്പനി ഫസ്റ്റ് പ്രയോറിറ്റി ബോണ്ട് വാങ്ങിച്ച ആൾക്കാർക്ക് ആയിരിക്കും ആദ്യം പൈസ കൊടുക്കുക. അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതുപോലെ ഡിബെഞ്ചേഴ്സ് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. ബോണ്ട് വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കും ഡിബെഞ്ചേഴ്സ് വാങ്ങിച്ച ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാവേണ്ടത്, ബോണ്ടാണ് കുറച്ചുകൂടെ സേഫർ. ഡിബെഞ്ചർ ഈ ഒരു പ്രയോറിറ്റിയിലും ബാക്കിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി സേഫ് ഏതാണ്? ബോണ്ട്സ് ആണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ ഇസ്, ഇപ്പോൾ നമ്മൾ 3 ഇൻസ്ട്രുമെന്റ് ആണ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിന്റെ കേസിലുള്ളത് ഞാൻ പറഞ്ഞു. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത് ഞാൻ പറഞ്ഞു. ഒന്ന് ബോണ്ട്സ്, സെക്കൻഡ് വൺ ഇസ് ഡിബെഞ്ചേഴ്സ്, തേർഡ് വൺ ഇസ് ഷെയർസ്. ഞാൻ ബോണ്ട്സിന്റെ കാര്യവും ഡിബെഞ്ചേഴ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. തേർഡ് വൺ ഷെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഷെയർസ്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്താ ഞാൻ പറഞ്ഞല്ലോ. പ്രൈമറി മാർക്കറ്റിലുള്ള ഷെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്, ഹെഡിങ് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും. ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇങ്ങനെയൊന്നും ആക്ച്വലി ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷെ ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കമ്പനി എ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരികയാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കാം. മാർക്കറ്റിൽ വലിയൊരു ഫെമിലിയർ ഫേസ് ഒന്നും അല്ല ഈ ഒരു കമ്പനി. അതായത് മാർക്കറ്റിൽ അധികം പേർക്ക് അറിയില്ല ഇത് പ്രോഫിറ്റബിൾ ആകുമോ ഒന്നും അറിയില്ല. പക്ഷേ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യണം. ഇവർക്ക് 100% ഫണ്ടാണ് വേണ്ടത്. അതായത് ഇപ്പോൾ 1 lakh ആണ് ഇവരുടെ ഫണ്ട് എന്ന് വിചാരിക്കാം. അതിന് 100% ആയിട്ട് എടുക്കുക. ജസ്റ്റ് ഇവർക്ക് 100% ഫണ്ട്, ഫുൾ ഫണ്ടും ഇവർക്ക് റേസ് ചെയ്യണം പബ്ലിക്കിൽ നിന്ന്, അങ്ങനെ വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെമിലിയാരിറ്റിയും ഇല്ലാത്ത സമയത്ത്, അതായത് ഈ കമ്പനീനെ കുറിച്ച് വലിയൊരു അറിവും ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും ഈ കമ്പനീനെ വിശ്വസിച്ച്
ഈ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ഏഞ്ചൽ മാലാഖയായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തു കമ്പനീനെ, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും അവരെ. ഓക്കെ, അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പൊ വിചാരിക്കുക ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ആ കമ്പനിയുടെ ഒരു 10% ഷെയർ എടുത്തു വിചാരിക്കുക, ബാക്കി 90% ഉണ്ട്. ഈ 90% ഷെയർ അവർക്ക് എന്ത് ചെയ്യണം? ഇനി ഫണ്ട് ചെയ്യണം. സോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരു 10% ഫണ്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കുക, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്. ഞാൻ ഈ ഓരോ ഷെയർ കൊടുക്കുന്നതിലൂടെ ഓരോ എന്താ സംഭവങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി കാണാം. ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ കൊടുക്കുന്ന ക്യാപിറ്റലിനാണെന്ന് പറയാം സീഡ് ക്യാപിറ്റൽ എന്ന് പറയാം. സെക്കൻഡ് വൺ ഇസ് വെഞ്ചർ ക്യാപിറ്റൽ. സോ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് എന്ന് പറഞ്ഞ കുറച്ച് ഫേംസ് ഉണ്ട്. ഒരു ബ്രോക്കർ ഫേംസ് പോലെയാണ് വിചാരിക്കുക. ഒരുപാട് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് ഒരുപാട് പൈസയുടെ ഇൻഡിവിജ്വൽസ്, അവർക്ക് ഡയറക്ട്ലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിൽ അവരുടെ ഫണ്ടൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും. ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് പ്രീവിയസ് ഇയറിൽ ഞാൻ പറഞ്ഞൊരു കീ ടേം ആണ്, ശ്രദ്ധിച്ചോളൂ. സോ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവരുടെ ഫണ്ട്സ് എല്ലാം പൂൾ ചെയ്തിട്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഏതെങ്കിലും കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ എൻ്റെ കമ്പനി എ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റും. ഇതൊക്കെ ഏർലി സ്റ്റേജിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് വിൽ ബി, ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു 10% ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 10%, ഞാനൊരു കണക്ക് പറയാം വെറുതെ, ഒരു 10% അവർ ഇൻവെസ്റ്റ് ചെയ്യും. സോ എന്തായി? ഇപ്പോൾ 10%, 20% ഓൾറെഡി ഓവർ. ഇനി 80% കൂടെ ഇവർക്ക് വേണം, ഫണ്ട് സോഴ്സ് ചെയ്യണം. സോ ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് മനസ്സിലായല്ലോ. ഇക്വിറ്റി ടു വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ്, അതായത് ഷെയർ ഇസ് ഗിവൺ ടു വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ്. ഇക്വിറ്റി ഷെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ. ഇപ്പോൾ ഓൾറെഡി 20% ഈസ് ഓവർ, ബാക്കി 80% ഉണ്ട്. ഇനി റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താന്ന് ശ്രദ്ധിക്കുക. ഓൾറെഡി ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഷെയർ ഹോൾഡേഴ്സ്, ഈ കമ്പനിയിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ്. ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർസ് വാങ്ങാം എന്നുള്ള ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അതായത് ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ, ബാക്കിയുള്ളവരെക്കാളും കുറച്ചൊരു പ്രിവിലേജ് കൊടുക്കാൻ, ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർസ് വാങ്ങാം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന റൈറ്റ്സിനെയാണെന്ന് പറയാം റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയാം. സോ അങ്ങനെ റൈറ്റ്സ് ഇഷ്യൂ വഴി ഒരു 10% കൂടെ നമ്മുടെ കമ്പനിയുടെ ഫണ്ട് റേസ് ആയി. സോ ടോട്ടൽ ഇനി 70% കൂടെ കിട്ടാനുണ്ട്. സോ റൈറ്റ്സ് ഇഷ്യൂ മനസ്സിലായല്ലോ. ഇക്വിറ്റി ടു അല്ലെങ്കിൽ ഷെയർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസ്, അതിനാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അതെന്താന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് താല്പര്യമുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് നല്ല പൈസയുള്ള ഇൻഡിവിജ്വൽസ്, അവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു ഡീലെത്തും. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സിനോട് സംസാരിക്കാം. അതായത് പബ്ലിക്കിലേക്ക് ഷെയർ വിട്ടു കൊടുക്കുന്നില്ല. പക്ഷേ കമ്പനി സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രം നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങുക, അല്ല ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരായിട്ടൊരു ഡീൽ നടത്തുക. അങ്ങനെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 10% അവരും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ടോട്ടലി ഇനി 60% ഫണ്ട് മാത്രം റേസ് ചെയ്യാനുള്ളൂ. മനസ്സിലായോ? പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താ? സെലക്റ്റഡ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനകത്ത് നെഗോഷിയേറ്റ് നടത്തുക, അവരെ കൊണ്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു കമ്പനി എന്തിനാണ് പ്രൈവറ്റിന് വിട്ടുകൊടുക്കാത്ത, എന്തിനാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്നത്? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പബ്ലിക്കിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഹേർഡിൽസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഒരു ബ്രോക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് സംഭവങ്ങൾ വേണ്ടി വരും പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ. അടുത്തത് പബ്ലിക്കാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് പ്രൈവറ്റിൽ കിട്ടിയാൽ അത്രയും നല്ലത്. നമുക്ക് അറിയുന്ന കുറച്ച് ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ ഇതൊരു വിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ. മനസ്സിലായോ? ഇതിനൊക്കെ ശേഷമാണ് ആക്ച്വലി കമ്പനി പബ്ലിക്കിലേക്ക് ഇറങ്ങുക. അങ്ങനെ പബ്ലിക്കിലേക്ക് അതിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നതിനാണ് ഇത്ര നേരം അങ്ങനെ പബ്ലിക്കിലേക്ക് വന്നിട്ടില്ല, അല്ലെ? അതൊരു ഫിക്സ്ഡ് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യും ഓരോ ആൾക്കാരുടെ അടുത്ത്. എന്നിട്ട് അവരുടെ അടുത്ത് എന്തായിരുന്നു? ഈ ഒരു ഷെയർക്ക് സെല്ല് ചെയ്യുക. അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ഒരു 40% ഷെയറും അങ്ങനെയാണ് പോയത്. ഇനി ബാക്കി 60% ഷെയറിൽ അതിന് ഇഷ്ടമുള്ള ഷെയർസ് എന്ത് ചെയ്യാം? പബ്ലിക്കിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയാം.
ഇതാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളതും നമുക്ക് ഡയറക്ട്ലി അറിയുന്ന സംഭവം. പബ്ലിക് ഇഷ്യൂ, ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂവിൽ വരിക എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും, നമുക്ക് അതിൻ്റെ കുറച്ച് ഷെയർസ് ഒക്കെ വാങ്ങാം അങ്ങനെ. സോ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഈ കമ്പനി എന്താണ് അതിൻ്റെ ഷെയർസ് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം. പബ്ലിക് ഇഷ്യൂവിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഫസ്റ്റ് ടൈം ദാറ്റ് കമ്പനി ഈസ് പ്രൊവൈഡിങ് ഇറ്റ്സ് ഷെയർസ് ടു ദ ജനറൽ പബ്ലിക്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ IPO എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. അതെന്താ പറഞ്ഞാൽ ഓൾറെഡി ഒരു ഷെയർ കൊടുത്തു, ഇനി ഫസ്റ്റ് ഈ കമ്പനി തന്നെ ഡയറക്ട്ലി വീണ്ടും കുറച്ച് അതിന്റെ ബാക്കിയുള്ള ഷെയർസ് പബ്ലിക്ക് വേണ്ടി കൊടുക്കുന്നു. ഫോളോ ഓൺ, ആദ്യം ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തിയിട്ട് വീണ്ടും ഒരു ഓഫറിംഗ്, അതിന് ഷെയർസ് പബ്ലിക്ക് വേണ്ടി കൊടുക്കുന്നു. അതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുക. ആദ്യം കൊടുക്കുമ്പോൾ IPO, സെക്കൻഡ് കൊടുക്കുമ്പോൾ FPO. മനസ്സിലാവും? അത് രണ്ടും കമ്പനി തന്നെയാണ് അതിന്റെ ഷെയർസ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊക്കെ എന്താണ്, പ്രൈമറി മാർക്കറ്റ് അല്ലേ? ഞാൻ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സെക്കൻഡറി മാർക്കറ്റ് വല്ലതാണോ ഞാൻ പറഞ്ഞത്? ഇത് മൊത്തം പ്രൈമറി മാർക്കറ്റ് ആണ്. കാരണം കമ്പനി ഡയറക്ട്ലിയാണ് അതിന്റെ ഷെയർസ് കൊടുക്കുന്നത്, അല്ലാതെ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപർച്ചേസ് റീസെല്ലിംഗ് ഒന്നുമല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോർപ്പറേറ്റ് ഷെയർസ് പ്രൈമറി മാർക്കറ്റ് എന്ന് ഞാൻ ഹെഡിങ് കൊടുത്തത്. അതായത് ഇത് മൊത്തം പ്രൈമറി മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഫസ്റ്റ് ടൈം കമ്പനി ഈസ് ഇഷ്യൂയിങ് these shares and these shares directly is issued by the company. അല്ലാതെ റീപർച്ചേസ് റീസെല്ലിംഗ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതൊക്കെ അപ്പോൾ എന്താണ്, പ്രൈമറി മാർക്കറ്റിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിന്റെ ട്രാൻസാക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് പറയാം. ഇനി ഈ ഷെയർസ് ഒക്കെ വീണ്ടും റീസെൽ ചെയ്തു, എൻ്റെ കയ്യിൽ ഞാനൊരു ഈ പ്രൈമറി ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കുറച്ച് ഷെയർസ് വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ ആ ഷെയർ വേറൊരാൾക്ക് വിറ്റു, അതൊക്കെ എന്താണ്, അത് സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. ഡിഫറൻസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. സോ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സോ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഈസ് വെൻ എ കമ്പനി സെൽസ് ഇറ്റ്സ് ഷെയർസ് ടു ദ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇറ്റ് ഈസ് എ വേ ഫോർ ദ കമ്പനി ടു റേസ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു 1-2 പോയിന്റ് നിങ്ങൾക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇതാണ് കമ്പനി എന്ന് വിചാരിക്കുക. ഈ എഴുതിയിട്ടുള്ള 1-2 കാര്യം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ആ കാര്യമൊക്കെ. കമ്പനി എ, അതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയാലോ, ഇതിന്റെ ഷെയർസ് ഒക്കെ വിൽക്കുന്ന സ്ഥലം. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഷെയർസിന്റെ ഒരു കളക്ഷനാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, അത്രേ ഉള്ളൂ. സോ ഈ കമ്പനി എ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പ്രൊവൈഡ് ചെയ്യണം. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതിന് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ റിട്ടേൺ ദേ വിൽ പ്രൊവൈഡ് എ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്. അതിനുശേഷമാണ് ഇവരെന്ത് ചെയ്യുക, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുക. ആൻഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതോടെ ദാറ്റ് കമ്പനി വിൽ ബി ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതോടെ കമ്പനി വിൽ ബി ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതാണ് സംഭവം. ആൻഡ് ഈ ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നല്ലോ, ഈ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഡയറക്ട്ലി ഓരോ ഇൻവെസ്റ്റേഴ്സിനും കൊടുക്കണം, അങ്ങനെയൊന്നും അല്ല. ഇടയിൽ ഒരു ബ്രോക്കേഴ്സ് പോലെ ഒരു സംഭവം ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കിങ് കമ്പനി എന്ന് പറയാം. ഇടയിൽ വരുന്ന ബ്രോക്കേഴ്സ് ആണ് എന്ത്, മെർച്ചന്റ് ബാങ്കിങ് കമ്പനി. സോ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിയാണ് ഇവരുടെ ഓൺ ദ ബിഹാഫ് ഓഫ് കമ്പനി ഈ ഒരു സംഭവമൊക്കെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി സെല് ചെയ്യുന്നത് മെർച്ചന്റ് ബാങ്ക് കമ്പനിയാണ്. സോ ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനി അതർവൈസ് ഇസ് നോൺ ആസ് അണ്ടർ റൈറ്റേഴ്സ് എന്നറിയപ്പെടും, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. സോ ഇപ്പോൾ ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസിന് 2 ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ ഈ കമ്പനി എന്റെ ഷെയർസ് എല്ലാം മെർച്ചന്റ് ബാങ്കിങ് കമ്പനി മാർക്കറ്റിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഷെയറിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങണമെന്നും താല്പര്യപ്പെടും. പക്ഷെ അത്രമാത്രം ഷെയർസ് വിൽക്കാനില്ല മെർച്ചന്റ് ബാങ്കിങ് കമ്പനി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിക്കുള്ള ഒരു ഓപ്ഷനാണ് എന്ത്, ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറയും. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസിന് ഇപ്പോൾ ഒരുപാട് പേര് ഡിമാൻഡ് ഉണ്ടായി, ഒരുപാട് പേർക്ക് ഈ ഷെയർ വാങ്ങണം, പക്ഷെ അത്രത്തോളം ഷെയർസ് കൊടുക്കാനില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 ഷെയർസ് ആണ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊടുക്കാനായിട്ട്. പക്ഷെ ഒരു 200 ആൾക്കാർ വന്നു ഈ ഷെയർസ് വാങ്ങാൻ. സോ കൊടുക്കാൻ പറ്റില്ല, അത്രയും ഷെയർസ് കൊടുക്കാനില്ല. സോ ഒരു ഗ്രീൻ ഷൂ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു
ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിക്ക് അവൈലബിൾ ആണ്. അത് പ്രകാരം എന്താ ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10%, ഒരു 15% ഒക്കെ എക്സ്ട്രാ ഷെയർസ് ഈ ഹൈ ഡിമാൻഡ് ഉള്ളത് കാരണം എക്സ്ട്രാ ഷെയർസ് വിൽക്കാൻ പറ്റും ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസിന്. അതിനെയാണ് എന്ത് പറയുക, ഗ്രീൻ ഷൂ ഓപ്ഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു കണ്ടീഷനാണ് എന്ത്, ലോ ഡിമാൻഡ്. ആരും ഇത് വാങ്ങുന്നില്ല, ഈ കമ്പനിയുടെ ഷെയർസ് ആരും വാങ്ങാൻ ഇൻട്രസ്റ്റഡ് അല്ല. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിക്കുള്ള ഒരു ഓപ്ഷനാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയും. അതായത് ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനിയാണ് ഈ നമ്മുടെ മെയിൻ കമ്പനിയുടെ ഷെയർസ് എല്ലാം പബ്ലിക്കിന് കൊടുക്കേണ്ടത്. പക്ഷെ ആരും വാങ്ങുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് ഈ മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസിന്, ആ ഷെയർസ് എല്ലാം സ്വന്തമായിട്ട് ഈ കമ്പനി തന്നെ വാങ്ങണം. അതിനെയാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ ലീഡ് ബാങ്ക് ഓപ്ഷൻ എന്നും നമുക്ക് പറയാൻ പറ്റും. സോ ലീഡ് ബാങ്ക് ഓപ്ഷൻ ഓർ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ലോ ഡിമാൻഡ് ഉള്ള സമയത്ത് ആരും വാങ്ങാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആ വാങ്ങാത്ത ബാക്കിയുള്ള ഷെയർസ് എല്ലാം സ്വന്തമായിട്ട് ഈ കമ്പനി തന്നെ വാങ്ങുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ ലീഡ് ബാങ്ക് ഓപ്ഷൻ എന്ന് പറയാം. സോ ലീഡ് ബാങ്ക് ഓപ്ഷൻ, ഗ്രീൻ ഷൂ ഓപ്ഷൻ ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ മെർച്ചന്റ് ബാങ്കിങ് കമ്പനി, റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്, ലെറ്റർ ഓഫ് ഇന്റന്റ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. നമ്മളപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. അതും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഫസ്റ്റ് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, അതിനുശേഷം ആ കമ്പനിക്ക് തോന്നുകയാണ് കുറച്ചുകൂടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ചെയ്യും. ഫോളോ ഓൺ പബ്ലിക് offer is when a company that's already listed on the stock exchange issues more shares to public. അതിനാണ് എന്താ പറയുക, ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ്. IPOയും FPOയും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കും. സോ ഇതൊക്കെ എന്താണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് പ്രൈമറി മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. കോർപ്പറേറ്റ് ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്ന എന്താ, സെക്കൻഡറി മാർക്കറ്റ് ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ആക്ച്വലി ഈ ഒരു PPTയിൽ കാണുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞല്ലോ. സോ അതെന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി പ്രൈമറി മാർക്കറ്റ് ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിലാണ് IPO, FPO ഒക്കെ വരുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്സ് ഒക്കെ വരുന്നത്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാം. സോ സെക്കൻഡറി മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഒരു ഷെയറിനെ വീണ്ടും റീസെയിൽ ചെയ്യുക, റീപർച്ചേസ് ചെയ്യുക. അതൊക്കെ ഞാനിപ്പോൾ ഒരു IPO എന്ന് ഒരു ഷെയർ വാങ്ങി, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടന്നപ്പോൾ ഞാനൊരു ഷെയർ വാങ്ങി. എനിക്ക് എൻ്റെ കയ്യിലുള്ള ഷെയർ വീണ്ടും വിൽക്കാനും വേറൊരാൾക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. അത് എവിടെയാണ് നടക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റിലാണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് രീതിയിൽ സെക്കൻഡറി മാർക്കറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ്, ഒരു ഫ്രെയിം വർക്ക് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ഇൻഫോർമൽ രീതിയിൽ ഈ ഒരു ഷെയർസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കപ്പെടുന്നു. അതാണ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ നടക്കുന്നത്. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് സെറ്റപ്പ് ഉണ്ടാവും. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാവർക്കും അറിയാലോ, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഷെയർസ്, സ്റ്റോക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേസിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റം ഉണ്ട്. അത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ ലാക്കിംഗ് ആണ്. അത്രേ ഉള്ളൂ. സോ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്സ് ആർ എസെൻഷ്യലി ഇൻഫോർമൽ മാർക്കറ്റ്സ് ഫോർ ട്രേഡിംഗ് സെക്യൂരിറ്റീസ്. ഇൻഫോർമൽ ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻഫോർമൽ മാർക്കറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് വെർ സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഡയറക്ട്ലി ബിറ്റ്വീൻ ടു പാർട്ടീസ് ബൈപാസിംഗ് എ സെൻട്രൽ എക്സ്ചേഞ്ച്. അതായത് ടു പാർട്ടീസ്, ഒരു സെൻട്രൽ എക്സ്ചേഞ്ച് ഒന്നുമില്ല, രണ്ട് പാർട്ടീസ് തമ്മിൽ ഇൻഫോർമലി ചെയ്യുന്നു. OTC മാർക്കറ്റ്സ് ആർ ജനറലി സബ്ജക്ട് ടു ലെസ് സ്ട്രിഞ്ചന്റ് റെഗുലേഷൻസ്. ഒരു ബോഡി റെഗുലേറ്റ് ചെയ്യാനുണ്ടെങ്കിലല്ലേ അവിടെ സ്ട്രിഞ്ചന്റ് റെഗുലേഷൻസ് ഉണ്ടാവുള്ളൂ. അത് അങ്ങനെയൊന്നുമില്ല, ഇൻഫോർമലിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ലെസ് സ്ട്രിഞ്ചന്റ് റെഗുലേഷൻസേ ഉള്ളൂ. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എ മാർക്കറ്റ് പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ക്യാൻ ട്രേഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് സച്ച് ആസ് സ്റ്റോക്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് രീതിയിൽ ഷെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ചെയ്യാനും സെൽ ചെയ്യാനും പറ്റുന്നത്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് നടക്കുക. അവിടുത്തെ പാർട്ടിസിപ്പൻസ് ആരാ, ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, വേറെ ആൾക്കാർ എന്താ, ഷെയർസ് വിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഷെയർ ഹോൾഡേഴ്സ്, അവർ വിൽക്കും. അതുപോലെ ഇൻവെസ്റ്റേഴ്സ്, അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇവരാണ് ഇവിടുത്തെ പാർട്ടിസിപ്പൻസ്. ഇനി ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, 2 മേജർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അനദർ വൺ ഇസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSEയും NSEയും ഇതാണ് മെയിൻ. വേറെയും കുറച്ച് ചെറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്, ബട്ട് ഇതാണ് മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഇനി ഇവരെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. അത് ഓൾഡസ്റ്റ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1875 ബിഫോർ 2002 ഇറ്റ് വാസ് റീജിയണൽ, മീൻസ് ബോംബെ റീജിയൻ മാത്രം അത്ര ഫേമസ് ആയിട്ടുള്ള ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. കുറച്ച് ഫാക്ച്വൽ കാര്യങ്ങൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി എല്ലാവരും കേട്ടിട്ടുള്ള 2 ടേംസ് ആണ് സെൻസെക്സ്, നിഫ്റ്റി.
സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്നതാണ്. പക്ഷേ എന്താണ് ഈ സംഭവം, എന്താണ് സെൻസെക്സ് നിഫ്റ്റി എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാമെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഈ സെൻസെക്സ് നിഫ്റ്റി എന്താണ് സംഭവം എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇത് രണ്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ടല്ലോ, ഇതാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവരുടെ രണ്ടുപേരുടെയും ഇൻഡെക്സിനെ പറയുന്ന പേരാണ് റെസ്പെക്റ്റീവ്ലി, മീൻസ് ഓരോ ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അവരുടെ ഇൻഡെക്സിന് പറയുന്ന പേരാണ് എന്ത്, സെൻസെക്സ്. അതുപോലെ നിഫ്റ്റിയുടെ ഇൻഡെക്സിന് പറയുന്ന പേരാണ് NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിന് പറയുന്ന പേരാണ് നിഫ്റ്റി 50 എന്നൊക്കെ പറയും. സോ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്തിനാണ് ഇൻഡെക്സ്, സൂചിക എന്തിനാണ് ഇൻഡെക്സ്, അതായത് മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ്, മാർക്കറ്റ് എങ്ങനെയാണ്, ഡൗൺ ആണോ അതോ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യണത് അവർ. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അവർ സെൻസെക്സ് എന്നുള്ള ഇൻഡെക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടോപ്പ് 30 കമ്പനീസ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടോപ്പ് 30 കമ്പനീസ്, അവരുടെ ഷെയർസിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, പ്രൈസ് റൈസിംഗ് ആണോ, പ്രൈസ് താഴെ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചൊരു ഇൻഡെക്സ് ആയിരിക്കും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ NSE ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആണ് അവർ അവരുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അവിടെ NSEയിൽ രജിസ്റ്റർ ആയിട്ടുള്ള ടോപ്പ് 50 കമ്പനീസിന്റെ എന്താ അവരുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നോക്കും, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലാവും? ഇത്രയേ ഉള്ളൂ, സിംപ്ലി ഇത്രയേ ഉള്ളൂ സെൻസെക്സ് നിഫ്റ്റി. ഇതൊക്കെ എന്തിനാന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് എങ്ങനെയുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് BSE NSE ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കുക, സിമ്പിളാണ്, ഞാൻ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെയുള്ളത്. നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്ററീസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെപ്പോസിറ്ററി ഞാൻ UPSC ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഡെപ്പോസിറ്ററി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആ കീവേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് എന്താണ് ഡെപ്പോസിറ്ററി എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ പുതിയ 1-2 സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ലക്കി ഭാസ്കർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിലെന്താ ഫിസിക്കലി ഒരാൾ പോയിട്ട് എന്താ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഫിസിക്കൽ പേപ്പേഴ്സ് ഒക്കെ വാങ്ങിയിട്ട്, അങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കാലം വരെ. അതുപോലെ ഹർഷദ് മെഹ്ത്ത, അതിന്റെ സീരീസിന് കാണാൻ പറ്റും. ബ്രോക്കേഴ്സ് ഒക്കെ പോയിട്ട് ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കും, എന്നിട്ടാണ് വാങ്ങുന്ന സംഭവങ്ങൾ. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്നിട്ട് പോലും സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അത് എനേബിൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അതിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ബട്ട് ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഉണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് എല്ലാം ഈ ഡെപ്പോസിറ്ററിയിൽ നമുക്ക് ഡെപ്പോസിറ്ററിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഡെപ്പോസിറ്ററി ഈ സ്റ്റോക്സ് എല്ലാം സൂക്ഷിക്കുന്നത് ഇൻ എ ഡിമാറ്റ് ഫോമിലായിരിക്കും, അതായത് ഡിമെറ്റീരിയലൈസ്ഡ് ഫോം, ഇലക്ട്രോണിക് ഫോമിലായിരിക്കും സൂക്ഷിക്കുന്നത്, അല്ലാതെ ഫിസിക്കൽ ഫോമിലായിരിക്കില്ല സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? ഒരു ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ, ഇലക്ട്രോണിക് ഫോമിൽ ഈ ഡെപ്പോസിറ്ററീസ് ഈ സ്റ്റോക്സിനെ സൂക്ഷിക്കും. ആൻഡ് ഡെപ്പോസിറ്ററീസ് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങാം. എന്താണ് ആക്ച്വൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഡെപ്പോസിറ്ററീസിൽ നമ്മൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യില്ല, വേറൊരു എൻറ്റിറ്റി കൂടി ഉണ്ട്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയും. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അതിന് എക്സാമ്പിളാണ് Paytm ഒക്കെ. നമുക്ക് Paytm വഴിയൊക്കെ സ്റ്റോക്ക് വാങ്ങാലോ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന്റെ എക്സാമ്പിൾ Paytm. അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഈ DP ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനായിട്ട് കോൺടാക്ട് ചെയ്യും, ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ അക്കൗണ്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്ററിയിൽ നിന്നും എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം. ഇതാണ് ഇപ്പോഴുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അതാണ് ഡെപ്പോസിറ്ററി. ആൻഡ് ഇന്ത്യയിൽ 2 മേജർ ഡെപ്പോസിറ്ററി ആണ് ഉള്ളത്. ഒന്നാണ് ഈ സ്ലൈഡിൽ കാണുന്ന പോലെ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നത് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL ആണ്. അതുപോലെ 20% ഓഫ് സെക്യൂരിറ്റീസ് ആർ ഹെൽഡ് ബൈ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. 80% NSDLയുടെ കയ്യിലാണ്. ഓക്കെ, ഇനി T+2 സെറ്റിൽമെന്റ്, T+1 കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടൊന്നും ഒന്നുമില്ല. ലൈക്ക് ഇപ്പോൾ NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നാണ് നമ്മളൊരു ഷെയർ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 days നമുക്ക് സെറ്റിൽ ചെയ്തിരിക്കണം. ആ ഷെയർ നമുക്ക് വിത്തിൻ 2 days നമുക്ക് കിട്ടിയിരിക്കണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനാണ് T+2 സെറ്റിൽമെന്റ് എന്ന് പറയാം. ഇനിയിപ്പോൾ CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ വിത്തിൻ 1 day നമ്മളെ സെറ്റിൽ ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. സോ ഒന്ന് ഈ ഒരു PPT വായിച്ചു നോക്കുക. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എ ഡെപ്പോസിറ്ററി റെഫേഴ്സ് ടു എ പ്ലേസ് ഓർ എൻറ്റിറ്റി ദാറ്റ് ഹോൾഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഇൻ എ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റെഡ്യൂസസ് റിസ്ക്. കാരണം ഒരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയുക,
ഒരു പ്രൂഫ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് ഫോമിലാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഫിസിക്കൽ രീതിയിലല്ല, മാനിപ്പുലേറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും പറ്റില്ല. സോ ഇറ്റ് റെഡ്യൂസസ് റിസ്ക്, ഇറ്റ് റെഡ്യൂസസ് ഫ്രോഡ്സ്, ഇറ്റ് റെഡ്യൂസസ് അഡ്മിനിസ്ട്രേറ്റീവ് ഹേർഡിൽസ്. അതിന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്ററി എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത്. കുറച്ചുകൂടി ഈസിയാണ് ഡെപ്പോസിറ്ററി ഒക്കെ ഉള്ളതുകൊണ്ട്. ഇനി അതിന്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. They are brokerage firms registered with Securities Exchange and Depositories. They open demat account for individuals to trade in securities. ഓക്കെ അല്ലേ? ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇനി ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഞാൻ നോക്കി വെക്കാൻ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ. GDR, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം അത്. അതിന് മുമ്പ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ 1 minute. എൻ്റെ കമ്പനിക്ക് ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റി? എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക? എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമ്പനി ഷുഡ് കോണ്ടാക്ട് ഡെപ്പോസിറ്ററി, അതായത് പാർട്ടിസിപ്പൻറ്റ് വഴി ഡെപ്പോസിറ്ററിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഡെപ്പോസിറ്ററി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ദിസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിൽ കോണ്ടാക്ട് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് അനദർ കൺട്രി. ഈ കമ്പനിയുടെ ഷെയർസ് അവരുടെ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഉണ്ടാവുക, വേറെ കൺട്രിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ഉണ്ടാവുക. സോ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് ആ ഷെയർസ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരും. ആ സ്റ്റോക്ക് ഡെപ്പോസിറ്ററിയിൽ വന്ന് കിടക്കും. നമ്മൾ പൈസ ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലായിരിക്കും കൊടുത്തിട്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഈ ഡെപ്പോസിറ്ററിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ ഡെപ്പോസിറ്ററിയിൽ നിന്ന് ആ ഷെയർ നമുക്ക് ഡയറക്റ്റ്ലി തരികയല്ല ചെയ്യുന്നത്, പകരം നമുക്ക് തരുന്നത് ഒരു റെസീപ്റ്റ് ആണ്. ആ റെസീപ്റ്റിനെ പറയുന്ന പേരാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്. ഈ ഡെപ്പോസിറ്ററി റെസീപ്റ്റിന് ആ ഒരു ഷെയർ നമ്മുടെ കയ്യിലുള്ള സെയിം വാല്യൂ ആണ് ഉള്ളത്. ആ കമ്പനിയുടെ ഷെയർ നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറയുന്ന പോലെ തന്നെ അതേ വാല്യൂ തന്നെയാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റിനുള്ളത്. മനസ്സിലാവും? ഇനിയിപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. ഇതെന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ഇന്ത്യൻ മണി യൂസ് ചെയ്തിട്ടാണ് വേറൊരു കൺട്രിയുടെ ഷെയർ വാങ്ങിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരാൾ US ഡോളർ യൂസ് ചെയ്തിട്ടാണ് ഷെയർ വാങ്ങിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയും. ഇനിയിപ്പോൾ ലോകത്തെ എവിടെയുള്ള ഒരാൾ, ലോകത്തുള്ള ഏതൊരു കൺട്രിയിൽ നിന്നും ഷെയർ വാങ്ങാൻ ഏതൊരു കറൻസി യൂസ് ചെയ്തിട്ടും വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആയിരിക്കും. അതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ്. സോ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് അലോ ഇൻവെസ്റ്റേഴ്സ് ടു പർച്ചേസ് ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസിന്റെ ഷെയർസ് നമുക്ക് വാങ്ങാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടോപ്പിക് ഏതാ? മറ്റേ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. FII, FDI, FPI എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അല്ലേ? സോ അതെന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. FII എന്താണ്, FDI എന്താണ്, FPI എന്താണെന്നായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഡിസ്കഷൻ. ഒരു ഫോറിൻ എൻറ്റിറ്റിക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലുള്ള മെത്തേഡാണ് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. 2 രീതിയിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 2 രീതിയിൽ. ഒന്ന് FDI, ഒന്ന് FPI. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FDIയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിനിമം 10% ഓഫ് ഷെയർ എങ്കിലും ആ കമ്പനിയുടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവാം. ഇനി FPIയിലാണെന്നുണ്ടെങ്കിലോ 10%-നേക്കാളും കുറവായിരിക്കും. അതാണ് മേജർ ഡിഫറൻസ്. ഇപ്പോൾ FDI വഴിയാണ് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർ ദാൻ 10% ഓഫ് ദ ഷെയർ നമ്മൾ വാങ്ങേണ്ടി വരും. ആൻഡ് FPI ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 10% ഓഫ് ദ ഷെയർ. അതാണ് മേജർ ഡിഫറൻസ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ FDI എന്ന് പറഞ്ഞാൽ FDI നമ്മൾ 10% ഓഫ് ഷെയർ കൂടുതൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഒരു കൈൻഡ് ഓഫ് ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആ കമ്പനിയെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓണർഷിപ്പ് നമുക്ക് കിട്ടും. പക്ഷേ ഈ FPIയുടെ കേസിൽ അങ്ങനെയല്ല. FPI ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ബോണ്ട്, ഷെയർ, ആ കമ്പനിയുടെ ബോണ്ട്, ഷെയർ, ഡിബെഞ്ചേഴ്സ്, ഈ സംഭവങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ്, കൺട്രോൾ അതൊന്നും നമുക്ക് കിട്ടില്ല. FDIയുടെ കേസിൽ ആ ഒരു ഓണർഷിപ്പ്, കൺട്രോൾ, മാനേജ്മെന്റ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ FDIയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ 10% കൂടുതലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ FDIയുടെ കേസിൽ വരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുള്ള ഒരു കൺട്രി, ഇന്ത്യയിൽ ഒരു ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഗൂഗിളിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങി. അതൊരു FDI ആണെന്ന് പറയാൻ പറ്റും. ഒബ്വിയസ്ലി 10% കൂടുതലാണ് അതിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്.
മനസ്സിലായോ? അങ്ങനെ ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഒരു കൺട്രി എന്നുള്ള ഒരു ഫേംസ് ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് FDI എന്ന് പറയാൻ പറ്റും. FDIയുടെ കേസിൽ അങ്ങനെയല്ല. FDI കുറച്ചുകൂടെ ഷോർട്ട് ടേം ആണ്, FDI കുറച്ച് ലോങ് ടേം, ഇതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്നത്. ബട്ട് FPIയുടെ കേസിൽ കുറച്ച് ഷോർട്ട് ടേം ആണ്. അവിടെ ബോണ്ട്, ഡിബഞ്ചേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ 10%നെക്കാളും കുറവാണ് ഷെയർസ്. ഇതാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ FPI ആൻഡ് FDI. ഇനി ഈ സ്ലൈഡിലുള്ള ടേംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FDI എന്ന് പറഞ്ഞാൽ എന്താ, 10% ഓർ മോർ ഷെയർ ഇൻ ഇന്ത്യൻ കമ്പനീസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് FDI വഴിയാണ്. ഇനി ഇറ്റ് ഈസ് എ ടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെന്റ്, മീൻസ് ഒരു ഫിസിക്കൽ അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു മാനുഫാക്ചറിങ് സംഭവം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർഷിപ്പ് വാങ്ങുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ FDIയുടെ കേസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ഇൻവെസ്റ്റഡ് എൻറ്റിറ്റി. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് FDI എന്ന് പറഞ്ഞാൽ. ഇനി FPIയുടെ കേസിലോ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 10%നെക്കാളും കുറവ് ഷെയർ ആണ് PPT-ൽ നോക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ബോണ്ട് ഷെയർസിലൊക്കെ ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അതേപോലെ എന്ത് ചെയ്യണം, FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യണമെങ്കിൽ ഐദർ FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം സെബിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റർ ആയിട്ട് നമ്മൾ സെബിയിൽ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ഈ ബോണ്ട് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഇവിടെ. സോ FIIs എന്ന് പറഞ്ഞാൽ എന്താണ്? FIIs എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എൻറ്റിറ്റി ആണ് FIIs എന്ന് പറഞ്ഞാൽ. FIIs എന്ന് പറഞ്ഞാൽ ഫോറിൻ പെൻഷൻ ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, എൻഡോമെന്റ്സ്, സോവറിൻ വെൽത്ത് ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, ഇവരെല്ലാമാണ് FIIs എന്ന് പറയാം. ഇവർ FIIs ആയിട്ട് രജിസ്റ്റർ ചെയ്താലേ, സെബിയിൽ രജിസ്റ്റർ ചെയ്താലേ ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു FII എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത് 1994-ലാണ്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ കൂടുതൽ റെഗുലേഷൻസ് ഈ ഒരു FII വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടി വരും. അതേപോലെ QFI, ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIIs അല്ല, ഇവർ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അതായത് നല്ല റിച്ച് ആയിട്ടുള്ള ഫോറിനിലെ ഇൻഡിവിജ്വൽസ്, അതേപോലെ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇവർ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം QFI എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത് 2011-ലാണ്. ഇവിടെ ലെസ് റെഗുലേഷൻസേ ഉള്ളൂ. FII-നെ പോലെ വലിയൊരു റെഗുലേഷൻസ് ഇവിടെ ഇല്ല. സോ FII എന്താണ്, QFI എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും കംസ് അണ്ടർ FPIയുടെ അണ്ടറിൽ വരുന്ന രണ്ട് സംഭവങ്ങളാണ് FII-യും QFI-യും. ബട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2014-ൽ അണ്ടർ ചന്ദ്രശേഖർ കമ്മിറ്റി റിപ്പോർട്ട് ഈ FPI എന്നുള്ള സംഭവത്തിനെ രജിസ്റ്റേർഡ് FPI എന്നുള്ള സംഭവമാക്കി മാറ്റി. നമ്മളിപ്പോൾ FPI എന്ന് മാത്രമേ പറയുള്ളൂ. ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് രജിസ്റ്റേർഡ് FPI എന്നുള്ള ടേമിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അണ്ടർ ചന്ദ്രശേഖർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ഈ FPIs-നെ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലോ റിസ്ക് ഇൻവെസ്റ്റേഴ്സ്, അതായത് കാറ്റഗറി 1, അതായത് ലോ റിസ്ക്, അത്ര റിസ്ക് ഇല്ല. അതുപോലെ കാറ്റഗറി 2 മീഡിയം റിസ്ക് ഇൻവെസ്റ്റേഴ്സ്, അതൊക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാറ്റഗറി 3 ഹൈ റിസ്ക് ഇൻവെസ്റ്റേഴ്സ്, കൂടുതൽ റിസ്ക് ഉള്ളവർ. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, അതുപോലെ ഹെഡ്ജ് ഫണ്ട്സ്, ഇതൊക്കെ ഹൈ റിസ്ക് ഇൻവെസ്റ്റേഴ്സ് ആണ്. പക്ഷേ സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുമ്പോൾ വലിയ റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ആണ് ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. FPIs have to register with SEBI in order to invest, അല്ലേ? But how can foreign investors invest without registering? സെബിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ ഈ ഫോറിനേഴ്സിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ദ ആൻസർ ഈസ് യെസ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സെബിയിൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. രജിസ്റ്റർ ചെയ്യാതെയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്. ഇതും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ. പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് ഓർ P നോട്ട്സ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ P നോട്ട്സ് എന്താന്ന് പറഞ്ഞാൽ, ഇതെന്താന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒരു സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു FPI ഉണ്ട്. അവർക്ക് ഒബ്വിയസ്ലി ഇന്ത്യൻ കമ്പനിയിൽ ബോണ്ട്സോ ഷെയർസിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഫോറിനിലുള്ള വേറൊരാൾ, ഞാനാണെന്ന് വെച്ചാൽ ഫോറിനുള്ളത്, എനിക്ക് സെബിയിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ എനിക്ക് ഈ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി വഴി അവർക്ക് ഫണ്ട് കൊടുത്തിട്ട് അവർ നമുക്ക് വേണ്ടി ഇവിടെ ഇന്ത്യൻ ബോണ്ട്സ് ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് നേരെ മറിച്ച് ഇവർക്ക് ആ ഒരു ബോണ്ട് ഷെയറൊക്കെ കിട്ടും. എന്നിട്ട് നമുക്കൊരു പാർട്ടിസിപ്പേറ്ററി നോട്ട് തരും.
പാർട്ടിസിപ്പേറ്ററി നോട്ട്. ആ പാർട്ടിസിപ്പേറ്ററി നോട്ട് വിൽ ഹാവ് ദ സെയിം വാല്യൂ ആസ് ദാറ്റ് ഓഫ് എ ഷെയർ, അല്ലെങ്കിൽ അവർ FPI ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിം വാല്യൂ ആണ് ആ പാർട്ടിസിപ്പേറ്ററി നോട്ട്സിന് ഉള്ളത്. അതാണ് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറയുന്നത്. സെബി, അതായത് സെബിയിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമുക്ക് FPI ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്. ആൻഡ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ട്രാൻസ്ഫറബിൾ. എനിക്ക് വേണമെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാം, വേറെ ആൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളൊരു രജിസ്ട്രേഷൻ ഇല്ലാതെയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു അനോണിമിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മിസ്യൂസ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വരും. അതായത് ഹവാല ഇടപാടുകൾ, അതേപോലെ എന്താ ടെറർ ഫണ്ടിങ്, അതേപോലെ മണി ലോണ്ടറിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പി നോട്ട്സിനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ റീസെന്റ് സെബി ഒരു റെഗുലേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പേറ്ററി നോട്ട് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, KYC റെഗുലേഷൻസ്, നോ യുവർ കസ്റ്റമർ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് റെഗുലേഷൻ. അതേപോലെ ലോ റിസ്ക് ഇൻവെസ്റ്റേഴ്സ്, മീഡിയം റിസ്ക് ഇൻവെസ്റ്റേഴ്സ്, കാറ്റഗറി 1 കാറ്റഗറി 2 ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് മാത്രമേ FPI വഴി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രിഞ്ചന്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിസിപ്പേറ്ററി നോട്ട്സിന്റെ കേസസ് ഒക്കെ. അല്ലാത്ത സമയത്ത് ഭയങ്കര മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് തിങ് ഈസ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, വീണ്ടും പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അറിയാലോ, എ മ്യൂച്വൽ ഫണ്ട് കളക്ട്സ് മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ് ദ മണി ഓൺ ദെയർ ബിഹാഫ്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അവിടെ മണി മാർക്കറ്റിന്റെ കേസിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ ഷോർട്ട് ടേം ആയിരുന്നു, ഇവിടെ ലോങ് ടേം ആയിരിക്കും. ഇവിടെ ബോൺസ്, ഡിബെഞ്ചേഴ്സ്, ഷെയർസ്, അതിലൊക്കെ ആയിരിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ട്സ്. ഇനി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം, ഇതിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ETFs എന്ന് പറയും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിനെ പോലെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ETF എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ETF ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് അസറ്റ്സിന്റെ ഒരു കളക്ഷൻ, ഒരു പൂൾ ഓഫ് അസറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ ഗോൾഡ് ആയിക്കോട്ടെ, അതേപോലെ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ETF എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരുന്നു, എന്നിട്ട് അവർ പ്രോപ്പറായിട്ട് മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് എന്താ പറയാ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും, അല്ല റിട്ടേൺ കിട്ടും എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ആയിരിക്കും എന്താ മ്യൂച്വൽ ഫണ്ട്സുകാർ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ETF അങ്ങനെയല്ല. ETF റിയൽ ടൈം പ്രൈസ് ഫ്ലക്ച്വേഷൻ നോക്കിയിട്ട്, ഇപ്പൊ ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് ഈ ഷെയറിനാണ് കൂടുതൽ പ്രൈസ്, സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഒരു രീതി മനസ്സിലായോ? ഒരു റിയൽ ടൈം പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നോക്കിയിട്ട്, ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ETF ഉള്ളത്. ബട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ അങ്ങനെയല്ല. ഒരു പ്രൊഫഷണൽ മാനേജർ ഒരു റിസ്ക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, കാരണം മാനേജ്മെന്റ് കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ETF തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ്. ETF ഓരോ ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും. അത് റിയൽ ടൈം പ്രൈസ് ഫ്ലക്ച്വേഷൻസിന് വിധേയമാണ്. അതായത് പ്രൈസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യും ഡേയിൽ തന്നെ. ETF ഷെയർസ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും, മാർക്കറ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ്. അതാണ് ETF എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ETF ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗോൾഡ് ETF എന്ന് പറയാൻ പറ്റും. ഗോൾഡിന്റെയും പ്രൈസ് ഫ്ലക്ച്വേഷൻ ആണല്ലോ, ഓരോ ഡേ ഗോൾഡിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. സോ ETF ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗോൾഡ് ETF എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ETF റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വിചാരിക്കാം. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാൻഡ് ഒക്കെ റിയൽ എസ്റ്റേറ്റിന്റെ ഓരോ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ലാൻഡിന്റെയും പ്രൈസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ ലാൻഡിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് അതിലാണ് നമ്മുടെ ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയും, REITs. അതേപോലെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഈ ETF ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻവെസ്റ്റ് എന്ന് പറയും, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ETF ആണുള്ളത്. ഇപ്പോൾ റീസെന്റ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് ETF എന്നുള്ളത്, മ്യൂച്വൽ ഫണ്ട്സിനെക്കാളും. ഓക്കെ, ആ ഒരു ടോപ്പിക്കും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ഫീൽഡാണ് ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഡെറിവേറ്റീവ്സ്. ഇതെന്താണെന്നുള്ള കാര്യം ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള വേറൊരാളുണ്ടെന്ന് വിചാരിക്കുക. ഈ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ പ്രൈസ് മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു 1 മന്തിനുള്ളിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സെക്കൻഡ് പേഴ്സൺ ബി, എൻ്റെ കയ്യിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത് A, സെക്കൻഡ് പേഴ്സൺ ബി, ഈ ബിക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. പക്ഷേ ബിക്ക് അറിയാം ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 1 മന്തിനുള്ളിൽ ഫ്ലക്ച്വേറ്റ് ആവും, കൂടാൻ ചാൻസ് ഉണ്ടെന്ന്. സോ ഈ എയും ബിയും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ പ്രൈസ് 500 രൂപയാണെന്ന് വിചാരിക്കാം.
സോ ചിലപ്പോൾ ഒരു മന്ത് കഴിഞ്ഞാൽ ഈ പ്രൈസ് ചിലപ്പോൾ 700 ഒക്കെ ആവും. അത്രയും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും വാങ്ങാൻ താല്പര്യമുള്ള ആളും വിൽക്കാൻ താല്പര്യമുള്ള ആളും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കും. ആ അഗ്രിമെന്റ് പ്രകാരം ഇപ്പോൾ കുറച്ച് കൂടുതൽ പ്രൈസ്, ഒരു 550 റുപ്പീസിന് ഒരു 1 മന്തിന് ശേഷം ബി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കും. ആ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം. അതായത് കറന്റ് പ്രൈസ് ലെവൽ അല്ലാതെ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാം എന്നുള്ളൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുക, ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഈ അഗ്രിമെന്റ് പ്രകാരം ബി എന്ത് ചെയ്യണം? ഈ അഗ്രിമെന്റ് പ്രകാരം 1 മന്ത് കഴിഞ്ഞിട്ട് ഈ ഒരു 550ക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാം എന്നൊരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് ഉണ്ടാക്കി. എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒരു 600 അബവ് ആയേക്കാം. ഒരു റിസ്കിന് നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ ബി ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ ഒരു കോൺസെപ്റ്റ് ആണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ കേസിൽ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കും. ഇപ്പോൾ 550 തന്നെയാണ്, പക്ഷേ ലേറ്റർ ഡേറ്റിൽ ഇത് പർച്ചേസ് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. അതാണ് ഓപ്ഷൻസിന്റെ കേസിൽ. ഇപ്പൊ ഫ്യൂച്ചേഴ്സിന്റെ കേസിലാണെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ലേറ്റർ ഡേറ്റിൽ ഈ 550 റുപ്പീസിന് ഈ പ്രൊഡക്റ്റ് വാങ്ങിയേ പറ്റുള്ളൂ ബിക്ക്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓപ്ഷൻസ് ലേറ്റർ ഡേറ്റിൽ ഈ 550ക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിനെ പറയുന്ന പേരാണ് ഓപ്ഷൻസ്. ഇവിടെ എങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ, പക്ഷേ എക്ക് നഷ്ടമാണല്ലോ. ഇങ്ങനെ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് 550 റുപ്പീസിന് വാങ്ങാമെന്ന് പറഞ്ഞു, പക്ഷെ വാങ്ങിയില്ല. അപ്പോൾ എക്ക് എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു നഷ്ടം ഉണ്ടാവും. സോ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഇവിടെ ഉണ്ട്. അതായത് വാങ്ങേണ്ട ആൾ, ബൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 50 റുപ്പീസ്, ഒരു എക്സാമ്പിൾ എടുക്കണം, ഒരു 50 റുപ്പീസ് ഒരു കൂപ്പോൺ എമൗണ്ട് ആയിട്ട് ഒരു എക്ക് കൊടുക്കണം ആദ്യം തന്നെ. ഇപ്പോ അഥവാ ഈ ബി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ കൂപ്പോൺ എമൗണ്ട് തിരിച്ചു കൊടുക്കില്ല. മനസ്സിലായോ? സോ ബിക്ക് ഒരു നഷ്ടം ഉണ്ടാവും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ. സോ ഫ്യൂച്ചറിൽ ബി വാങ്ങേണ്ട ഒരു ആവശ്യം വരും. അതാണ് ഈ ഓപ്ഷൻസിൽ നടക്കുന്നത്. ഫ്യൂച്ചറുടെ കേസിലാണെങ്കിൽ വാങ്ങേണ്ട ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, നിർബന്ധമായിട്ട് വാങ്ങിയേ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല. അതാണ് ഒരു ഡിഫറൻസ്. സോ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പോ ഇതിനെ നമ്മൾ കളക്റ്റീവ്ലി ഡെറിവേറ്റീവ്സ് എന്ന് പറയും. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ഇതിനൊക്കെ വാല്യൂ കിട്ടുന്നത്. അതായത് ഒരു സിംപ്ലി നിൽക്കുമ്പോൾ ഈ ഒരു സംഭവത്തിന് ഒരു വാല്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുകൊണ്ടാണ് ഈ ആൾക്കാർ വാങ്ങാന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റ് കാണിച്ചിട്ട് അതിന്റെ ബേസിസിൽ വാല്യൂ കിട്ടുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന്റെ സംഭവം കാണിച്ചിട്ടാണ് ഈ ഒരു പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ്സ് വായിച്ച് നോക്കൂ. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഡിറൈവ് വാല്യൂ ഫ്രം അണ്ടർലൈങ് അസറ്റ്. ഇപ്പോൾ എയുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അത് വിൽക്കാനാണ് നോക്കുന്നത്. ആ അസറ്റിൽ നിന്ന് വാല്യൂ കിട്ടുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയാം? ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. അതിന്റെ ഓരോ എക്സാമ്പിൾ ആണ് ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചേഴ്സ് വായിച്ച് നോക്കൂ. എ കോൺട്രാക്ട് ടു മിറ്റിഗേറ്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് അണ്ടർലൈങ് അസറ്റ്. ഈ അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചറിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം. ഒരു അഗ്രിമെന്റ്. എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇസ് അഗ്രിമെന്റ് ടു ബൈ ഓർ സെൽ അസറ്റ്സ് at a set price on a future date. There is a contractual obligation here. ഇവിടെ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. ആ ഹെഡ്ജിങ് ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഇനി ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ബിസിനസ് ടു ഹെഡ്ജ് അഗൈൻസ്റ്റ് റിസ്ക് ഫ്ലക്ച്വേഷൻ. സെയിം സംഭവം, ബട്ട് an option provides the buyer with the right but not the obligation. ഒരു ഒബ്ലിഗേഷൻ ഒന്നും ഇല്ല ഇത് വാങ്ങണമെന്ന്. To buy or sell asset at a fixed price before or on a specified date. ഒരു ഒബ്ലിഗേഷൻ ഇവിടെ ഇല്ല. ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ഇനി a token amount has to be paid by the buyer. ഒരു പ്രീമിയം അല്ലെങ്കിൽ ടോക്കൺ എമൗണ്ട് എന്ന് പറയും. ഇത് ആദ്യമേ കൊടുത്തിരിക്കണം. അഥവാ ഫ്യൂച്ചർ ഡേറ്റിൽ ബൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് വിൽ ബി ഫോർഫിറ്റഡ്. മനസ്സിലായോ? അതുകൊണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടും വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നേരത്തെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു കമ്പനിക്ക് പൈസ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ചോദിക്കാം, പൈസ ലോൺ ചോദിക്കാം. പക്ഷേ ബാങ്ക്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹൈ കമ്പനീസിനൊക്കെയാണ് ലോൺസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് സ്മോൾ കമ്പനീസിനൊന്നും ലോൺസ് കൊടുക്കാൻ ബാങ്ക്സ് റെഡി ആയിരുന്നില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ കമ്പനീസിനൊക്കെ ലോൺ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ലോ
ഓർ മീഡിയം കമ്പനീസ്, സ്മോൾ ഓർ മീഡിയം കമ്പനീസ്, അവർക്ക് വേണ്ടി ലോൺ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ കാര്യം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ബാങ്ക്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഇതിലൂടെയൊക്കെയാണ് സ്മോൾ കമ്പനീസ് ഒക്കെ, ഏഞ്ചൽ ഫണ്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെയാണ് കമ്പനീസ് ഒക്കെ ഫണ്ട് റേസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിങ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നരസിംഹൻ കമ്മിറ്റി ആഫ്റ്റർ 1919 LPG റിഫോംസ്, നരസിംഹൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇപ്പോൾ ഈ DFIസിനൊക്കെ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. സോ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല. ജസ്റ്റ് കുറച്ച് ഡേറ്റ്സും ആ മീൻസ് ഓരോരോ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് എപ്പോഴാണ് ഫോം ചെയ്തെന്നുള്ള ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. സ്മോൾ ഫിനാൻസിങ് കമ്പനീസിന് ലോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് 4 ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് നോക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കാര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസിങ്. നമ്മളപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ടേംസിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വേരിയസ് ടേംസ് യൂസ് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ബുൾ, ബിയേഴ്സ്, അങ്ങനെ കുറെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അതൊക്കെ എന്താണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിക്ലെയർഡ് പ്രൈസ് ഇഷ്യൂ. സിംപ്ലി ഡിക്ലെയർഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി അതിന്റെ ഷെയർസ് വിൽക്കാൻ തീരുമാനിച്ചു. ആ ഷെയർസ് വിൽക്കാൻ ഓൾറെഡി പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ടിലായിരിക്കും അവർ വിൽക്കാൻ തീരുമാനിക്കുന്നത്. ആ പ്രീ ഫിക്സ്ഡ് എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ, ഡിക്ലെയർഡ് പ്രൈസ് എന്ന് പറയാം. ആ ഡിക്ലെയർഡ് പ്രൈസിൽ ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ ഡിക്ലെയർഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറയും. സോ ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു പ്രൈസിൽ ഒരു കമ്പനി അതിന്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിക്ലെയർഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറയാം. ബട്ട് സെക്കൻഡ് പോയിന്റ് ഇസ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ. ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കമ്പനി, പക്ഷേ അത് പബ്ലിക്കിൽ അതിന്റെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ്, മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് ആ പ്രൈസിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പ്രൈസ് ഈ കമ്പനിയുടെ ഷെയർസിന് ഡിമാൻഡ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കാം. അതിനനുസരിച്ച് മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമല്ലോ. സോ ഇപ്പോൾ നല്ല ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പ്രൈസ് കൂടുതൽ വരും. കുറവാണെന്നുണ്ടെങ്കിൽ കുറയും. സോ അങ്ങനെ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ എന്ന് പറയാം. മാർക്കറ്റിന്റെ കണ്ടീഷൻസിന് വിട്ടുകൊടുക്കുന്നു. അതാണ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ. നെക്സ്റ്റ് വൺ ഈസ് ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ. ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി അതിന്റെ ഷെയർസ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. മാക്സിമം എമൗണ്ട് എത്രയാണോ അവർ സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷെയർ വിട്ടിട്ട്, അതിനെയാണ് നമ്മൾ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. മാക്സിമം എത്ര എമൗണ്ട് ആണോ ആ കമ്പനി സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട്, അതിനെ നമ്മൾ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഇസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ, ഇപ്പോൾ ഒരു 10 lakh rupees ആണ് ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിചാരിക്കുക. പക്ഷേ ആ 10 lakh rupees നമ്മളിപ്പോൾ സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 6 lakh ഒക്കെ സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു 6 lakhന്റെ ഷെയറെ നമ്മളിപ്പോൾ വിൽക്കുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ 6 lakhs ഇപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ ഷെയർസ്, അതിനാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ആൾക്കാർ ഈ ക്യാപിറ്റൽ വാങ്ങുമല്ലോ, എല്ലാ ഇഷ്യൂഡ് ക്യാപിറ്റലും വാങ്ങണമെന്ന് നിർബന്ധമില്ല. സോ ആൾക്കാർ എത്ര ഷെയർസ് വാങ്ങിച്ചു ആ വാല്യൂ ആണ് എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. മനസ്സിലായോ? ഇപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ 6 lakh ആണെങ്കിൽ മേ ബി ഒരു 4 lakhs ഒക്കെ ചിലപ്പോൾ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ 6 lakhs ആണ് ഷെയർസ്, 6 lakhsന്റെ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. അതിനേക്കാളും കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, കൂടുതൽ ഷെയർസ് വേണം, ഒരു 7 lakhs വാങ്ങാനുള്ള ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർ സബ്സ്ക്രൈബ് എന്ന് പറയും. അതിനേക്കാളും ഇപ്പോൾ 6 lakhsനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ സബ്സ്ക്രൈബ് എന്ന് പറയും. ഇപ്പൊ കറക്റ്റ് 6 lakhs വാങ്ങിച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. മനസ്സിലായി? എത്രയാണോ ആൾക്കാർ വാങ്ങിച്ചത് അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് വൺ ഇസ് അണ്ടർ റൈറ്റിംഗ്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് അണ്ടർ റൈറ്റിംഗ്. ആലോചിച്ച് നോക്കും. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസ് ഷെയർസ് വിൽക്കുന്നു, ബട്ട് ഒരുപാട് ഷെയർസ് വിറ്റ് പോയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെർച്ചന്റ് ബാങ്കിങ് കമ്പനി തന്നെ ആ ഷെയർസ് വാങ്ങും. അതിനെയാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. ആ കമ്പനീസിനെയാണ് നമ്മളത് അണ്ടർ റൈറ്റർ എന്ന് പറയാം. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ബിയർ മാർക്കറ്റ്. ബിയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയർ മാർക്കറ്റ്, ബുൾ മാർക്കറ്റ്. ഇത് നമ്മുടെ പ്രീവിയസ് കണ്ടിട്ടുണ്ടായിരുന്നു. ബിയർ എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ബിയർ മാർക്കറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു മാർക്കറ്റിലെ ഷെയർ ടെൻഡൻസി എല്ലാം ഡൗൺവേർഡ്സ് ആണ്, എക്കോണമി ഡൗൺവേർഡ്സ് ആണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിന്റെ കണ്ടീഷൻ ബിയർ മാർക്കറ്റ് കണ്ടീഷൻസ് ആണെന്ന് പറയും. ഇപ്പോൾ ബിയർ മാർക്കറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ബിയർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്ലോസ് വെച്ച് താഴോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു അനലോജി അങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത്. ബിയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന താഴോട്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയർ മാർക്കറ്റ് എന്ന് പറയാം. ജസ്റ്റ് വായിച്ച് നോക്കുക. ഷെയർ പ്രൈസസ് ആർ കണ്ടിന്യൂസ്ലി ഡിക്ലൈനിങ്. അതാണ് ബിയർ മാർക്കറ്റ്. ഇനിയിപ്പോൾ ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, ബുൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഹോൺസ് വെച്ചിട്ട് മുകളിലേക്കാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ അതിന് അനലോഗസ് ആയിട്ടാണ് നമ്മുടെ ഈ മാർക്കറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതെന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഷെയർ പ്രൈസസ് എല്ലാം കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്, എക്കോണമി ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയാം. ഇപ്പം ബിയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു പേടി കാണും, കാരണം റിസ്ക് ആണ്, കാരണം എക്കോണമി ഡൗൺ ആണല്ലോ. അതുപോലെ ബുൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് കാണും, കാരണം എന്താ, എക്കോണമി റൈസിങ് ആണ്. അതുകൊണ്ട്
സോ ബിയർ മാർക്കറ്റ്, ബുൾ മാർക്കറ്റ് എന്നാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. ഒരു കമ്പനിയുടെ എത്ര സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണോ അതിനെയാണ് നമ്മൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ആ സെക്യൂരിറ്റീസ് ആയിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെൽ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ, അതിനെയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ക്യാഷ് ട്രേഡിംഗ്, ഫോർവേഡ് ട്രേഡിംഗ്. ഇപ്പൊ നമ്മൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഉള്ള ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ ഈ ഒരു പ്രൈസിന് വാങ്ങാനുള്ള അഗ്രിമെന്റ് ഉണ്ടാക്കുക, അതിനാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് പറയാം അല്ലെ. സോ അത് നമ്മൾ കറന്റ് പ്രൈസിലല്ലല്ലോ വാങ്ങുന്ന സാധനം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഇത്ര പൈസക്ക് വാങ്ങാന്ന് പറയും. അത് ഒരു എക്സാമ്പിൾ ഓഫ് ഫോർവേഡ് ട്രേഡിംഗ് ആണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ നമ്മൾ ഇത്ര രൂപയ്ക്ക് ഒരു സംഭവം വാങ്ങാമെന്ന് പറയുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫോർവേഡ് ട്രേഡിംഗ് എന്ന് പറയാം. ഇനി അഥവാ കറന്റ് പ്രൈസിലാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് എങ്കിൽ അതിന് നമ്മൾ ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയും. അതാണ് ഈ 2 ടോപ്പിക്സ്, ക്യാഷ് ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ട്രേഡിംഗ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം. ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അഗ്രിമെന്റ് പ്രകാരം ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ നമ്മൾ വാങ്ങുന്നതിനെ ഫ്യൂച്ചർ ട്രേഡിംഗ്, ഫോർവേഡ് ട്രേഡിംഗ് പറയുന്നു. ക്യാഷ് ട്രേഡിംഗ് പ്രിവെയിലിംഗ് പ്രൈസസിൽ വാങ്ങുന്നതിന്. ഓക്കെ. തേർഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഉണ്ടല്ലോ, ലൈക്ക് ഇൻഫോർമൽ ആയിട്ട് ഷെയർസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന മാർക്കറ്റ്, അതാണ് നമ്മൾ തേർഡ് മാർക്കറ്റ് എന്ന് പറയാം, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. ഇനി ഫോർത്ത് മാർക്കറ്റ് എന്താന്ന് പറഞ്ഞാൽ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർസിനെ ട്രേഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർത്ത് മാർക്കറ്റ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെബി ആണ് ഇതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു. ഇതൊരു ഫാക്ച്വൽ കാര്യമാണ്. സെബി ഫോം ചെയ്തത് ജസ്റ്റ് വായിച്ചു നോക്കുക, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. 1988 എസ്റ്റാബ്ലിഷ് ചെയ്തത്, ബട്ട് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയത് 1992 അത് നോട്ട് ചെയ്യുക. അതേപോലെ അതിന്റെ ഓർഗനൈസിംഗ് മെമ്പേഴ്സ്, സെബിയിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ലൈക്ക് ചെയർമാൻ നോമിനേറ്റ് ചെയ്തത് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ 2 മെമ്പേഴ്സ് ഫ്രം യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഈ PPT നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. സെബി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്, പക്ഷെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമൊന്നുമില്ല, ഒരു ഫാക്ച്വൽ കാര്യം തന്നെയാണ് ഈ സെബി എന്നുള്ളത്. ആൻഡ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത സംഭവം ഒന്ന് സമ്മപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ടേബിൾ കമ്പാരിസൺ ഇട്ടിട്ടുണ്ട്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് തമ്മിലുള്ള കമ്പാരിസൺ. ഈ 2 ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് രണ്ടും നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറയാം. സോ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കമ്പാരിസൺ. ഫസ്റ്റ് വൺ, ഡ്യൂറേഷൻ ഓഫ് ഫണ്ട്. ആലോചിച്ച് നോക്കുക, എന്താണ് ഡ്യൂറേഷൻ? മണി മാർക്കറ്റ് ഷോർട്ട് ടേമും ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം. ഇനി സപ്ലൈ ഓഫ് ഫണ്ട്സ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? സപ്ലൈ ഫണ്ട്സ് ഫോർ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, ഇതിനൊക്കെ വേണ്ടി. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിലോ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് വേണ്ടി. ഇനി ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്? ഇപ്പൊ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? T-bill, കമേഴ്ഷ്യൽ ബിൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റോ ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ. ഇനി മണി വാല്യൂ. ഓക്കെ, കൂടുതൽ മണി മാർക്കറ്റിലാണ് ഇപ്പൊ ട്രഷറി ബില്ലിന്റെ മിനിമം എത്ര ഞാൻ പറഞ്ഞു? 25,000. അതായത് മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻ ഒരു കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് എമൗണ്ട് ആണ് മണി മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആവുന്നത്. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റിലോ ഒരു ഷെയർ ചിലപ്പോൾ 10 rupees പോലും നമുക്ക് വാങ്ങാൻ പറ്റും. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ വാല്യൂ കുറവാണ് മണിയിൽ. ഇവിടെ മണി മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വാല്യൂ ഓഫ് മണിയാണ് ഉള്ളത്. ഇപ്പോൾ മിനിമം ഒക്കെ 25,000 ഒക്കെയാണ്. അതുപോലെ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെൻട്രൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മണി മാർക്കറ്റിൽ. ക്യാപിറ്റൽ മാർക്കറ്റിലോ സെബി ഒക്കെയാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഇവരൊക്കെയാണ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി പ്ലേസ് ഓഫ് ട്രാൻസാക്ഷൻ, അങ്ങനെ പ്രത്യേകിച്ച് പ്ലേസ് ഓഫ് ട്രാൻസാക്ഷൻ ഒന്നും മണി മാർക്കറ്റിലില്ല. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിൽ പ്ലേസ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ട്. എവിടെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഓവർ ദ കൗണ്ടേഴ്സ്, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. മണി മാർക്കറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതേപോലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? മണി മാർക്കറ്റിലാണെങ്കിൽ ബാങ്ക്, ഇൻഡിവിജ്വൽസ്, അങ്ങനത്തെ സംഭവങ്ങൾ. ക്യാപിറ്റൽ മാർക്കറ്റിലോ ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അവരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്. അതേപോലെ നമ്പർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഡെൽറ്റ്, ഓൾറെഡി ഡിസ്കസ്ഡ് ഏതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത്. ഇനി റിസ്ക്, മണി മാർക്കറ്റ് റിസ്ക് കുറവാണ്, കാരണം ഷോർട്ട് ടേം ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റിസ്ക് ഭയങ്കര ഹൈ ആണ്. ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റി ആണ് മണി മാർക്കറ്റ്. പെട്ടെന്ന് എന്താ പറയുക, കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ അസറ്റ്സിനെ. ബട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കുറവാണ്, അത്ര പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ, റെഗുലേറ്റർ. ആരാണ് റെഗുലേറ്റർ? മണി മാർക്കറ്റ് RBI ആണ് റെഗുലേറ്റർ. ബട്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് സെബി, RBI, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അണ്ടർ റൈറ്റിംഗ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു. അണ്ടർ റൈറ്റിംഗ് എവിടെ പോസിബിൾ ആയിട്ടുള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റിൽ. മണി മാർക്കറ്റിൽ അത് പോസിബിൾ അല്ല. ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ മണി മാർക്കറ്റ് ആരാണ്? കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദ ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുമ്പോൾ NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു തീമിൽ വരുന്ന കാര്യങ്ങൾ. ഫൈനലി നമ്മൾ രണ്ടും കമ്പാരിസണും ചെയ്തു. ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടാവും എന്നാണ് എനിക്കൊരു വിശ്വാസം. സോ നമ്മുടെ ഈ തീം കഴിഞ്ഞു. താങ്ക് യു.